സിറിയയുടെ താൽക്കാലിക വിദേശകാര്യമന്ത്രി അസദ് ഷിബാനി മാർച്ച് 1 പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം ഡിസംബറിൽ നിയമിതനായ ഷിബാനി പ്രാദേശിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായുള്ള ആഹ്വാനങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുമുള്ള ഭരണമാറ്റത്തിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മാർച്ച് 1 അധികാരമേൽക്കാൻ പോകുന്ന സിറിയയിലെ പുതിയ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുപ്രധാന മാറ്റത്തെയായിരിക്കും അടയാളപ്പെടുത്തുക. താൽക്കാലിക വിദേശകാര്യമന്ത്രി അസദ് ഷിബാനി തലപ്പത്ത് വരുന്നതോടെ പ്രാദേശിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം പരിഹരിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2000 മുതൽ അധികാരത്തിലിരുന്ന അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷമാണ് പുതിയൊരു മാറ്റം. പുതിയ ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ അഭിലഷണീയമാണ്. അവരുടെ വിജയം അന്താരാഷ്ട്ര പിന്തുണയുടെ നിലവാരവും പ്രാദേശിക താൽപ്പര്യങ്ങളുടെ സങ്കീർണമായ വലയിലൂടെ സഞ്ചരിക്കാനുള്ള വൈദഗ്ധ്യം ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ചില പ്രത്യാഘാതങ്ങൾ ഇവയാണ്. പ്രാദേശിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പുതിയ ഗവൺമെന്റിന്റെ ശ്രദ്ധ അയൽരാജ്യങ്ങളുമായി നയതന്ത്ര ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് കൂടുതൽ സാമ്പത്തിക സഹകരണത്തിനും സ്ഥിരതയ്ക്കും വഴിയൊരുക്കും. സംഘർഷത്താൽ തകർന്ന ഒരു രാജ്യത്ത് സാമൂഹിക ഐക്യവും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം അഭിസംബോധന ചെയ്യുന്നത്. ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നാൽ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിയുന്ന അന്താരാഷ്ട്ര നിക്ഷേപത്തിനും സഹായത്തിനും അവസരങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും സിറിയൻ ജനതയുമായുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുക, പ്രാദേശിക അന്തർദേശീയ താൽപ്പര്യങ്ങളുടെ സങ്കീർണമായ ഭൂപ്രകൃതിയിൽ നാവിഗേറ്റ് ചെയ്യുക, നിലവിലുള്ള മാനുഷിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുക എന്നിവയുൾപ്പെടെ പുതിയ സർക്കാർ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മൊത്തത്തിൽ സിറിയയുടെ രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. പുതിയ സർക്കാരിന്റെ വിജയം മുന്നിലുള്ള സങ്കീർണമായ വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യാനുള്ള അതിന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. നിലവിലെ സിറിയയുടെ സ്ഥിതി വളരെ മോശമായ നിലയിലാണ്. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനു ശേഷമാണ് 2024 ഡിസംബറിൽ അസദ് ഭരണകൂടം തകർന്നടിഞ്ഞത്. പ്രസിഡന്റ് ബഷർ അൽ അസദ് മോസ്കോയിലേക്ക് പലായനം ചെയ്തതോടെയാണ് സിറിയൻ സാൽവേഷൻ ഗവൺമെന്റിന്റെ നേതാവായ അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിൽ ഡമാസ്കസിൽ പുതുതായി സർക്കാർ സ്ഥാപിക്കപ്പെട്ടത്. മിലിറ്ററി ഓപ്പറേഷൻസ് കമാൻഡും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ ആക്രമണമാണ് അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് കാരണമായത്. ആക്രമണം അലപ്പോ, ഹമ, ഹോംസ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചു. അതോടെ അസദ് ഭരണകൂടം നിലംപൊത്തി. സിറിയയിൽ അസദ് ഭരണത്തെ ഇല്ലാതാക്കിയെങ്കിലും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും സിറിയൻ സാൽവേഷൻ ഗവൺമെന്റും രാജ്യത്തെ സംസ്ഥാനേതര സായുധ ഗ്രൂപ്പുകളുടെ പിരിച്ചുവിടലിനെ ചൊല്ലി ഏറ്റുമുട്ടുകയാണ്. കൂടാതെ ഇസ്രയേലിൽ ശേഷിക്കുന്ന സിറിയൻ സായുധ സേനയുടെ സ്വത്തുക്കൾക്കെതിരെയും തന്ത്രപരമായ ബോംബാക്രമണം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് ഗോലാൻ ഹൈറ്റ്സും ബഫർ സോണിനു ചുറ്റുമുള്ള പട്ടണങ്ങളും പിടിച്ചെടുത്തു. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം സിറിയയിലെ പൗരന്മാർ മാനുഷിക പ്രതിസന്ധി ഇപ്പോഴും വളരെ മോശമായ രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തു നിന്നും പലായനം ചെയ്തത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും സമ്പദ് വ്യവസ്ഥയും തകർന്നിരിക്കുന്നു. എല്ലാ സംഘർഷങ്ങൾക്കും സമാധാനപരമായ പരിഹാരം കാണാനും മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹം ആഹ്വാനം ചെയ്യുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ സിറിയയിലെ സ്ഥിതി മെച്ചപ്പെടുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്.